ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നാട്ടിൽ പോയി വന്നിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ കൊണ്ടുവന്നതെന്നുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടാണ് UK-ലോട്ട് വരുമ്പോൾ നമ്മളെ നാടൻ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെക്കാട്ടിലും നല്ല ഇൻഫോർമേഷനാണ് ഈ വീഡിയോയിലുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഏകദേശം ഒരു 6 മാസത്തോളം UK-ൽ നിന്ന് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇപ്രാവശ്യം സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് നമുക്ക് നോക്കിയാൽ ആദ്യം തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് കുറേ ബേക്കറി ഐറ്റംസ് ആണ് കേട്ടോ. കുറച്ചാണെങ്കിലും ഒരുപാട് ഐറ്റംസ് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ ഇവിടെ എല്ലാം കിട്ടുമെങ്കിലും നമ്മുടെ കറക്റ്റ് ടേസ്റ്റ് നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല. നാട്ടിലുള്ള പോലത്തെ കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ അതുപോലത്തെ കുറേ സാധനങ്ങളാണ് ആദ്യം തന്നെ ഉള്ളത്. ഫുൾ സൈക്ക ബേക്കറിയിലെ നമ്മളെ ഐറ്റംസ് ആണ്. പിന്നെ കൊണ്ടുവന്നിട്ടുള്ളത് നൂഡിൽസാണ്. നല്ല സ്പൈസി നൂഡിൽസാണ്. ഇവിടെ കിട്ടുന്നത് അത്ര ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം നാട്ടിൽ കുറച്ച് നൂഡിൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് കാടമം ടീ ആണ്. വയനാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചാണ്. ഒരു അത്യാവശ്യം നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് ഇതിന്. പിന്നെ നമ്മുടെ നാടൻ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ളൊരു സ്വീറ്റാണ്. പിന്നെ മെയിനായിട്ട് ഞാൻ ഒരുപാട് കൊണ്ടുവരണം എന്ന് ആലോചിച്ച സാധനമാണ് നെയ്ച്ചോറരി. മണവുമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയാൽ. നമുക്ക് ഇവിടെ കിട്ടുന്നത് കുഴപ്പമില്ല, പക്ഷെ നാട്ടിലത്തെ അത്ര ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യാറില്ല. അപ്പം ഞാൻ ഇത് 4 കിലോ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കിലോയുടെ 4 പാക്കാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കൊണ്ടുവന്നിട്ടുള്ളത് പാഡാണ്. ഇത് ഞാനൊരു 4-5 പാക്ക് എടുത്തിട്ടുണ്ട്. എനിക്ക് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഇത് ശർക്കരയാണ്. നമ്മളെ നാട്ടിലെ നാടൻ ശർക്കരയാണ്. ഇവിടെ ശർക്കര കിട്ടും, പക്ഷെ കുറച്ച് വലിയ ബോളായിട്ടുള്ള ശർക്കരയാണ് കിട്ടുന്നത്. അപ്പം ഞാൻ ഇതുപോലത്തെ 2 പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ചുക്ക് കാപ്പി. ഇവിടെ കിട്ടുന്ന തന്നെയാണ്, എന്നാലും കണ്ടപ്പോൾ ഒരു പാക്കറ്റ് എടുത്തുകൊണ്ടിരുന്നു. പിന്നെ നമ്മുടെ RKG നെയ്യ്. ഇത് എടുത്തത് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് എടുത്താണ്. പിന്നെ ഉമ്മ വീട്ടിലുണ്ടാക്കിയ നെല്ലിക്കയാണ്. നെല്ലിക്ക ഉപ്പിലിട്ടത്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കേണ്ടി വരും, കാരണം ഇതിലത്തെ വെള്ളമെല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ടാണ്. നെല്ലിക്ക മാത്രമായിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ഞാൻ ചെറിയ കുപ്പിയിട്ടിലേ എടുത്തിട്ടുള്ളൂ, കാരണം ഇത് എനിക്ക് അത്ര ആവശ്യമില്ല. വല്ലപ്പോഴും മീൻ കറിയോ ബീഫ് കറിയോ വെക്കുമ്പോൾ മാത്രമേ ഞാൻ നാടൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ ഇവിടുന്ന് വാങ്ങുന്ന ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് ചായപ്പൊടിയാണ്. ചായപ്പൊടി 1/2 കിലോയുടെ പാക്കാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നാൽ തീർന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ 1/2 കിലോ വാങ്ങിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ചായ പരിപാടിയൊക്കെ ഇവിടെ ഭയങ്കര കുറവാണ്, ചായ കുടിക്കലൊക്കെ. ചെറിയ പാക്കറ്റ് വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ബേക്കറി, നമ്മുടെ നാടൻ നുറുക്കാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ചെറിയൊരു പാക്കറ്റ് കരിഞ്ജീരകമാണ്. നമ്മൾ വല്ലപ്പോഴും വല്ല പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താണ്. പിന്നെ ഉള്ളത് ഇത് തുറമാങ്ങയാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയോന്നറിയില്ല, വയനാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. മറ്റേ മാങ്ങ ഉണക്കിയിട്ട് സ്പൈസി ആക്കിയിട്ട് ഉണക്കിയിട്ട് കഴിക്കുന്ന സാധനമാണ്. ഇത് നല്ല അടിപൊളി ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ 2 പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് പുളിയാണ്. ഇത് ഞാൻ കുറച്ച് എടുത്തുള്ളൂ, കാരണം കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് ഒരുപാട് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതുള്ളത് ജീരകമാണ്. പെരുംജീരകവും ചെറിയ ജീരകവും ഉണ്ട്. ഇതൊക്കെ ഞാൻ ചെറിയ പാക്കേ എടുത്തിട്ടുള്ളൂ, കാരണം കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ സാധനമൊക്കെ ഇവിടെ കിട്ടും. പിന്നെ കാണുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളല്ലേ, ഓരോന്നിങ്ങനെ എടുത്തിട്ട് പോണതാണ്. പിന്നെ ഞാൻ എടുത്തത് ഏലക്കായാണ്. ഇതും വയനാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചാണ്. ഇത് നല്ല ഫ്ലേവറാണ്. വയനാട്ടിൽ നിന്ന് വാങ്ങിച്ച ഏലക്കായ്ക്ക് ഇവിടുത്തേനെക്കാട്ടിലും എനിക്ക് ഭയങ്കര നല്ലതായി തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ചുക്കാണ്, ഉണക്ക ഇഞ്ചിയാണ്. ഇത് ഇവിടെ ഇപ്പം ക്ലൈമറ്റ് വിൻ്റർ ആണല്ലോ, അപ്പം എന്നും എല്ലാവർക്കും ചുമയും തൊണ്ടവേദനയും ജലദോഷം ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് മുളക് പൊടിയാണ്.
മുളകും പൊടി 1 കിലോ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് ഞാൻ കൊണ്ടുവരണമെന്ന് വിചാരിച്ചൊരു സാധനമാണ് മിൽമയുടെ നെയ്യ്. ഇവിടെ നെയ്യ് കിട്ടുമെങ്കിലും മിൽമ ഞാൻ ഇതുവരെ ഒരു ഷോപ്പിലും കണ്ടിട്ടില്ല. ഈ ഒരു നെയ്യ് തരുന്ന മണവും ടേസ്റ്റും ഒന്നും വേറെ ഏത് നെയ്യ് യൂസ് ചെയ്താലും നമുക്ക് കിട്ടില്ല. പിന്നെ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പാക്കറ്റായിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഇത് ഒന്ന് എടുത്തിട്ട് പൊട്ടിച്ച ശേഷം വീണ്ടും കുറേ കാലം കഴിഞ്ഞ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് അത്ര എഫക്റ്റ് ഇല്ലാതെ തോന്നിയിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ പാക്കറ്റായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ വീണ്ടും ബേക്കറി ഐറ്റംസ് ആണ്. പിന്നെ ഞാൻ കൊണ്ടുവന്നത് 3 പിന്നാണ്. ഈ 3 പിന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒറ്റൊന്നേ കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു. പക്ഷെ ഇവിടെ എത്തി ചെക്ക് ചെയ്ത സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രാവശ്യം ഞാൻ 2 എണ്ണം വീണ്ടും എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. നാട്ടിലുള്ള ഇലക്ട്രോണിക്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിവിടെ മസ്റ്റാണ്. ഇവിടെ ഭയങ്കര റേറ്റാണ് ഈ സാധനത്തിന്. അതുപോലെ തന്നെ കിട്ടാനും ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഇതുപോലത്തെ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇത് കുത്തരിയാണ്, ബ്രൗൺ റൈസ് ആണ്. ഇത് നാടൻ കുത്തരിയാണ്. മോന് കഞ്ഞി വെച്ച് കൊടുക്കാനും വേണ്ടിയിട്ട് എടുത്തതാണ്. 2.5 കിലോ എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നത്. പിന്നെ അരിപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണക്കമുളകായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് എനിക്കിവിടെ ഭയങ്കര യൂസ് ഉള്ള സാധനമാണ്. കാരണം ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് നമ്മുടെ നാടൻ ചോറ് ഐറ്റം അങ്ങനെയൊന്നുമല്ല കൊണ്ടുപോകാറ്. വല്ല റോളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് കൊണ്ടുപോകാറ്. അപ്പം ആ സമയത്ത് നമുക്ക് മുളക് പൊടിയെക്കാട്ടിലൊക്കെ ആവശ്യമുള്ളത് കുരുമുളക് പൊടിയും അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സും ഒക്കെയാണ്. അപ്പം ഇതെനിക്ക് ഭയങ്കര ആവശ്യമുള്ള സാധനമാണ്. ഇത്രയ്ക്കാലും പെട്ടെന്ന് തീരുന്നൊരു സാധനമാണിത്. അപ്പോൾ ഇത് ഞാനൊരു കിലോളം എടുത്തിട്ടുണ്ട്. 1 കിലോ ആണെങ്കിലും ഇത് എനിക്ക് പെട്ടെന്ന് തീരും കേട്ടോ. പിന്നെ ഒരു പാക്കറ്റ് കടുക് എടുത്തിട്ടുണ്ട്. വീണ്ടും പാഡാണ്. പിന്നെ ഇതൊരു എക്സ്റ്റൻഷൻ ആണ് കേട്ടോ. ഞാൻ വീട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇത് ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളകാണ്. ഞാൻ പൊടിക്കാതെ കൊണ്ടുവന്നതാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിന് കുറച്ച് എടുത്ത് ആവശ്യത്തിന് പൊടിച്ച് വെക്കുക ചെയ്യുന്നത്. ഇത് 1/2 കിലോ ഉണ്ട്. 1/2 കിലോ അല്ല, 1 കിലോ ഉണ്ട്. ഉണക്കമുന്തിരിയുണ്ട്. പലപ്പോഴും ബിരിയാണിയൊക്കെ വെക്കാനും വേണ്ടിയിട്ട് ഇവിടെ കിട്ടും. പക്ഷെ ഇവിടെ കിട്ടുന്നത് ബ്ലാക്ക് കളറുള്ളതാണ്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് മഞ്ഞ കളറുള്ളതല്ലേ കിട്ടേണ്ടത്. അതിന് അങ്ങനെ കുറച്ച് മാത്രമേ ഞാൻ നാട്ടിൽ കൊണ്ടുവന്നതാണ്. കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലിക്ക് ഇവിടെ ഭയങ്കര റേറ്റാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് അറിയുമോയെന്ന് അറിയില്ല. ഇതൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ളൊരു മിഠായിയാണ്. ഇത് അവിടെ പാക്കറ്റിൽ കണ്ടപ്പോൾ ഞാനിങ്ങനെ എടുത്തതാണ്. കിച്ചൺ ഐറ്റംസ് എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഞാൻ കുറേ സാധനങ്ങളൊക്കെ മുന്നേ വന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കുക്കറ്, അതുപോലെ ഇഡ്ഡലി ചെമ്പ്, പുട്ടുകുറ്റി, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ മുന്നേ തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം എനിക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ. അതിൽ തന്നെ ഉള്ളത് ലെമൺ സ്ക്വീസറാണ്. ഇത് ഞാൻ വാങ്ങിച്ച എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ചെറുനാരങ്ങ ഭയങ്കര കട്ടിയാണ്. അപ്പോൾ നമുക്ക് കൈ വെച്ച് പിഴിഞ്ഞാൽ അത്ര ലെമൺ ജ്യൂസ് കിട്ടൂല. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ ഈ ഒരു സാധനം വളരെ അത്യാവശ്യമായി വാങ്ങണം എന്ന് വിചാരിച്ചതാണ്, വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കൊണ്ടുവന്നത് നല്ല നാടൻ പപ്പടമാണ്. 1 കിലോ ഉണ്ട്. ഇത് ഫ്രീസറിൽ വെച്ചാൽ മതി. ആവശ്യത്തിന് എടുത്തിട്ട് പുറത്തോട്ടേക്ക് വെച്ചാൽ മതി. ഇത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ കിട്ടും. പക്ഷേ ഇവിടെ കിട്ടുന്നത് എനിക്ക് അത്ര പൊള്ളുന്നതായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം വാങ്ങിച്ചത്. പിന്നെ ഈ ഒരു ഇടിക്കണ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ്. ഞാൻ വെയിറ്റ് കുറഞ്ഞത് നോക്കിയെടുത്താണ്. ചെറുത് നോക്കി വെയിറ്റ് കുറഞ്ഞത്. നല്ല കല്ലിൻ്റെ നല്ല വെയിറ്റ് ഉള്ളത് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ തൂക്കി നോക്കിയ സമയത്ത് 2700 കണ്ടു വെയിറ്റ്. അപ്പം ഞാൻ ചെറുത് നോക്കിയെടുത്തതാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ. പക്ഷെ നല്ല സാധനമാണ് കേട്ടോ. ഈ ഒരു അരിപ്പയാണ് കേട്ടോ. ഇത് ചായ അരിക്കാൻ വേണ്ടിയിട്ടുള്ള അരിപ്പ. എൻ്റെ അടുത്തുണ്ടായിരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. അപ്പോൾ ചൂടുള്ള ചായ ഒന്നും അതിൽ അരിക്കാൻ പറ്റില്ല. ഈ ഒരു സൈസ് ഉള്ളത് ഞാൻ ഇവിടെ നോക്കി കിട്ടിയില്ല. എല്ലാം വലിയതാണ് കാണുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഉണക്കച്ചെമ്മീനാണ് കേട്ടോ. നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്താണ്. പൂവിൻ്റെ 2 പാക്കറ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇവിടെ ഉള്ളത് ഈ ഒരു വെജിറ്റബിൾ ചോപ്പറാണ്. ഈ ചോപ്പർ ഞാൻ
ആദ്യം വന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ അത് എൻ്റെ അടുത്ത് നിന്ന് ചീത്തയായിപ്പോയി ഈ അടുത്ത്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ആമസോണിൽ നിന്ന് വാങ്ങിച്ചെങ്കിലും അതൊട്ടും കട്ടി ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ചീത്തയായിപ്പോയി. 2-3 പ്രാവശ്യം യൂസ് ചെയ്തപ്പോഴേക്കും അത് ചീത്തയായിപ്പോയി. അങ്ങനെ ഞാൻ ഇപ്രാവശ്യം നോക്കി നല്ല കട്ടി ക്വാളിറ്റി ഉള്ളത് തന്നെ നോക്കിയൊന്ന് വാങ്ങിച്ചാണ്. കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ പച്ചക്കറിക്ക് നമ്മുടെ നാടൻ പച്ചക്കറിക്കൊക്കെ നല്ല റേറ്റാണ്. ഈ നമ്മൾ സാമ്പാറിലിടുന്ന പോലത്തെ പീസ് അതിനൊക്കെ ഭയങ്കര റേറ്റാണ്. അപ്പം ഞാനെന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ വല്ലപ്പോഴും ഒന്ന് വാങ്ങിച്ചാൽ നമ്മൾ ആകെ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അത് കുറേ കാലം ഉണ്ടാവും ഫ്രീസറിൽ. അങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കലാണ് ഞാൻ. അപ്പം അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പച്ചക്കറി, ഈ 2 പച്ചക്കറി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നാടൻ കൂർക്കലാണ്, വീട്ടിലുണ്ടാക്കിയതാണ്. അമ്മ നന്നായിട്ട് കഴുകി മണ്ണെല്ലാം പോക്കി ഉണക്കി തന്നിട്ടുള്ളതാണ്. 1.5 കിലോ ചെറിയുള്ളിയാണ്. ഇത് എനിക്ക് ഭയങ്കര അത്യാവശ്യമായിട്ട് കിച്ചണിൽ വേണ്ട സാധനമാണ്. ഇവിടെ ഈ സാധനം കിട്ടിയെങ്കിലും ഭയങ്കര റേറ്റാണ് കേട്ടോ. ഒരു 200 ഗ്രാമിനൊക്കെ തന്നെ ഉണ്ട് നാട്ടിലെ 800 രൂപ അങ്ങനെയൊക്കെ. അപ്പം എനിക്കാണെങ്കിൽ ഇത് ഒരുപാട് അത്യാവശ്യമുള്ള സാധനമാണ്. ഞാൻ എന്തുണ്ടാക്കുകയാണെങ്കിലും ഇതാണ് ഇടാറ്. സവാള എനിക്ക് കുറവാണ് ഞാൻ യൂസ് ചെയ്യാറ്. അതുകൊണ്ട് കുറച്ചധികം ഞാൻ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിലുണ്ടായിട്ടുള്ള ആത്തച്ചക്കയാണ് ഇത്. ആയിട്ടില്ല, പച്ചയാണ്. ഇനി അരിയിലൊക്കെ ഇട്ട് വെച്ചാൽ 2 ദിവസം കൊണ്ടാവുമായിരിക്കും. പിന്നെ കുറച്ചധികം ഉണക്കമീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്നതിൻ്റെ ഒരു വികാരമാണല്ലോ. ഇവിടെ കിട്ടും, ഇവിടെ ഷോപ്പിലെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയില്ല. ഇത് കുറച്ച് ഉണക്കമീൻ കൊണ്ടുപോയി. നെല്ലിക്കയാണ്. ഇത് ഞാൻ വയനാട്ടിൽ പോയ സമയത്ത് കണ്ടതുകൊണ്ട് ഒരു ഇഷ്ടത്തിന് വാങ്ങിച്ചതാണ്. കുഞ്ഞു ബോട്ടിലാണ്. 2.5 കിലോയോളം നേന്ത്രപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ഹസ്ബൻഡിനും മോനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഇനി ഞാനിത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നല്ല ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കും. അപ്പം ഒന്നും സംഭവിക്കില്ല. ഇതേ കളറിൽ തന്നെ കിട്ടും. ചീത്താവുകയില്ല. കുറേ കാലം ഇങ്ങനെ തന്നെ വരുന്നു. ഇവിടെ മെയിനായിട്ട് നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന പോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഇല്ല. ഈ പുളിപ്പിക്കുന്ന ദോശമാവ്, വെള്ളപ്പം, ഇതൊന്നും ഇവിടെ ഉണ്ടാക്കാൻ കഴിയില്ല. എന്നുവെച്ചാൽ എപ്പോഴൊന്നും കഴിയില്ല. ഇവിടെ സമ്മറിൽ മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ. പൊങ്ങി കിട്ടില്ല. അപ്പം അങ്ങനത്തെ സമയത്ത് ഇത് രാവിലെ എണീറ്റ് ഞാനിങ്ങനെ ആലോചിക്കാറാണ്, ഇന്നെന്താ ഉണ്ടാക്കുക. അങ്ങനെ മിക്കവാറും എന്നും അരിദോശ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുക. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്താനും വേണ്ടി ഞാൻ ഓട്ടട ചുടാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. ഇപ്രാവശ്യം ഞാൻ മൈക്കെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ടാക്കുമെന്നുള്ളത് കണ്ടറിയാം. പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൊരു സാധനമാണ് വെട്ടുകത്തി. ഇതെന്തിനാ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് തേങ്ങ ചിരവാനും വേണ്ടി ചിരവ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ സാധനം കൊണ്ടുവരാൻ മറന്നുപോയി. അത് കാരണം ഞാൻ തേങ്ങ പൊട്ടിക്കാൻ വേണ്ടി ഇവിടുന്ന് വേറൊരു ചെറിയ കത്തി വാങ്ങിക്കുക ചെയ്ത്. നാടൻ സാധാ കത്തിയില്ലേ, അതിൻ്റെ കുറച്ച് വെയിറ്റ് ഉള്ളൊരു തരത്തിലുള്ള കത്തി. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോയി. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ തേങ്ങ ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് അത് കത്തി പൊട്ടിയിട്ട് ഇങ്ങനെ തെറിച്ചു പോവുക ചെയ്തത്. അതെന്തോ ഭാഗ്യത്തിനാണ് ഞാൻ രക്ഷപ്പെട്ടത്, ഒന്നും പറ്റാതെ. കാരണം അത് നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടിയ സമയത്ത് പിന്നെ നമുക്ക് അതിൽ കൺട്രോൾ ഇല്ല. അത് എങ്ങോട്ടാ തെറിച്ചുകൊണ്ട് തലയിലേക്ക് അങ്ങനെ വീണ പണിയായി. അന്ന് നിർത്തിയതാണ് ഞാൻ തേങ്ങ വാങ്ങൽ. അപ്പം അതിന് ശേഷം ഞാൻ ഫുള്ള് ഫ്രോസൺ ആയിട്ടുള്ള തേങ്ങയാണ് വാങ്ങിച്ചത്. പക്ഷെ എനിക്കതൊട്ടും ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നും ഫ്രോസൺ തേങ്ങ. അങ്ങനെ ഞാൻ പ്രാവശ്യം പോയപ്പോൾ കൊണ്ടുവന്നതാണ് ഈ ഒരു വെട്ടുകത്തി. ഇത് കൊണ്ടുവരുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് പൊതിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതി. നമ്മുടെ ലഗേജിനോ നമ്മുടെ പെട്ടി പൊട്ടിയിട്ട് ഇത് പുറത്തോട്ടേക്ക് പോവുക അങ്ങനെ ഒന്നും ചെയ്യാതെ ഇരുന്നാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഒരു വെട്ടുകത്തി. ഇത് പക്ഷേ കമ്പാരിറ്റീവ്ലി സൈസ് കുറവാണ്. ഇങ്ങനൊരു സാധനം കൊണ്ടാണ് വാങ്ങിച്ചിട്ടുണ്ട്. ദോശ ചുടാൻ വേണ്ടിയിട്ട്, അരിദോശ കലക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം വാങ്ങിച്ചു. പത്തിരി പ്രസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറേ കാലമായിട്ട് ഇവിടെ പത്തിരി ഉണ്ടാക്കാറില്ല. പത്തിരി പരത്താനാണെങ്കിലും കോലൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രാവശ്യമെല്ലാം ഒരുപാട് കറിവേപ്പില കൊണ്ടുപോകുന്നുണ്ട്. ഇത് കുറച്ച് ഞാനെടുത്ത് മുകളിൽ ഫ്രിഡ്ജിലോട്ട് വെക്കും. ബാക്കിയെല്ലാം എടുത്തിട്ട് ഞാൻ സിപ്ലോ കവറിലാക്കി ഫ്രീസറിലോട്ട് വെക്കും. ഒന്നും പറ്റൂല കേട്ടോ. കാലങ്ങളോളം നിൽക്കും. ഞാൻ 6 മാസം മുന്നേ കൊണ്ടുവന്നത് ഇപ്പോഴും ഒരു പിടി ബാക്കിയുണ്ട്. ഒന്നും പറ്റൂല. അതേ ടേസ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാം. കാന്താരിയാണ് കേട്ടോ, കാന്താരി മുളകാണ്. ഇത് ഇടയ്ക്ക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വിചാരിക്കും ഒരു കാന്താരിയെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന്. അങ്ങനെ ആഗ്രഹം കൊണ്ട് പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളതാണ് കുറച്ചധികം കാന്താരി. ഇത് ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കിയിട്ടുണ്ട്. ഇനി ഞാനിത് സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസർ. മല്ലിയുടെ ഇലയാണ്.
നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഞാൻ മല്ലി എപ്പം വാങ്ങിച്ചാലും ആകെ 1-2 ദിവസത്തെ ആവശ്യം ഉണ്ടാവുള്ളൂ. ബാക്കി അത് അവിടെ കിടന്നിട്ട് ചീഞ്ഞു പോവുക ചെയ്യാറ്. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്, ചീത്ത ആവുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ കുറച്ച് മല്ലി ഇത് വേരില്ലാത്തതാണ്. പിന്നെ കൂട്ടത്തിൽ ഞാനൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടൊരു വേരുള്ള ചെറിയൊരു തൈയും കൂടി എടുത്തിട്ടുണ്ട്. വേരുള്ളത് അലോ ചെയ്യുമെന്ന് അറിയാതെയാണ് ഈ സംഭവം ഞാൻ എടുത്ത്. എന്തായാലും ഞാനിതിവിടെ കുഴിച്ചിട്ട് നോക്കും. വെയിലില്ല, ഉണ്ടാവില്ല എന്നുള്ളത് കണ്ടറിയാം. ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, നാട്ടിൽ ചക്ക ഒക്കെ ആയി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു നാടൻ ഭക്ഷണം കഴിക്കണം തോന്നുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി ഒരു ആഗ്രഹത്തിന് എടുത്തോണ്ട് ഒരു അപ്പച്ചട്ടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു നല്ല കട്ടിംഗ് ബോർഡ് ഞാൻ കണ്ടപ്പോൾ വാങ്ങിച്ചു. എൻ്റെ ഇവിടുത്തെ കട്ടിംഗ് ബോർഡ് കുറച്ച് ചീത്തയുണ്ട്, അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് ഞാൻ വാങ്ങിച്ചു. കുറച്ച് ചെമ്മീനെല്ലാം പൊരിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇത് രാവിലെയാണ് ഞാൻ എത്തിയത്. രാവിലെ തന്നെ അതാണ് കുറച്ച് ഉള്ളിയും സവാളയും തക്കാളിയും ഒക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയിട്ട് കറിയാക്കിയിട്ട് ഇന്ന് രാവിലെ ഉച്ചക്കൊക്കെ അപ്പോൾ അതാണ് കഴിച്ചത്. നന്നായിട്ട് ഡ്രൈ ആക്കി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ലാതെ ഇവിടെ എത്തും. പിന്നെ ഞാൻ കുറച്ചധികം ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുഞ്ഞാളാത്ത നന്നായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കും, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എപ്പോഴും ഹസ്ബൻഡിന് ഞാൻ വരുമ്പോഴൊക്കെ കൊടുത്തു വിടുന്ന ഒരു സാധനമാണ്. അത് ചീത്താവൊന്നുമില്ല, ഫ്രീസറിനകത്ത് വെച്ചാൽ മതി, ചീത്താവുകയില്ല. നല്ല നല്ല ടേസ്റ്റുമാണ്. നമുക്ക് കൊണ്ടുവരുന്നത് ഭയങ്കര വൃത്തിയാണ് ആ ഒരു ഉണ്ണിയപ്പം. അപ്പോൾ ഞാൻ കുറച്ചധികം ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചധികം മെഡിസിൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രിസ്ക്രിപ്ഷൻ എല്ലാം എടുത്തിട്ടാണ് മോനുള്ളതും. ഇപ്പം നമുക്കായാലും പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആകുന്ന സമയത്ത് ചുമയും പനിയും എല്ലാം വരുമല്ലോ. അപ്പോൾ അതിനൊക്കെയുള്ള മെഡിസിൻസ് കുറച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വൈറ്റമിൻ ഡി മെഡിസിൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇവിടെ വിൻ്ററാണ്, ഇനി കുറച്ചാലും വൈറ്റമിൻ ഡി കഴിക്കേണ്ടി വരും, വെയിലൊന്നും കൊള്ളാത്തത് കാരണം. അങ്ങനെ കുറച്ച് മെഡിസിൻസ് എല്ലാം കൊണ്ട്. പിന്നെ ഞാൻ അധികം ഡ്രസ്സും കാര്യങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. കാരണം ഇവിടെ ഇടാനും നമുക്ക് ഡ്രസ്സ് ഇവിടുന്ന് തന്നെ എടുക്കുന്നതാണ് നല്ലത്. എന്നാലേ അതിന് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ഇവിടെ ഇടാനും വേണ്ടിയിട്ട് വിൻ്റർ വെയർ നാട്ടിൽ നിന്ന് എടുത്തിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഈ ഒരു തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാൻ അതിനൊട്ടും കഴിവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടേ ഇല്ല. നാട്ടിൽ പോയിട്ട് ഡ്രസ്സൊന്നും അധികം കൊണ്ടുവരാൻ വേണ്ടി വാങ്ങിച്ചിട്ടില്ല. മെയിനായിട്ട് കിച്ചൺ ഐറ്റംസും ഫുഡ് ഐറ്റംസും തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് നോട്ട്ബുക്കാണ് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ കോപ്പി എഴുതുന്ന ബുക്കില്ലേ, അത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ മെയിനായിട്ട് ഇവർക്ക് ഐഡൻറ്റിഫിക്കേഷൻ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അവൻ നാട്ടിൽ നിന്ന് റൈറ്റിംഗ് എല്ലാം 1 വർഷം പഠിച്ചിട്ടുണ്ട്, ആൽഫബറ്റ്സ് എല്ലാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവൻ ഇവിടുന്ന് എഴുതിയിട്ട് ഇവിടെ പഠിപ്പിക്കാത്ത കാരണം കുറച്ച് തിരിച്ചും മറിച്ചും എല്ലാം എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ലെറ്റേഴ്സ് പല സൈസിലായിട്ടും അതുപോലെ 3 എന്നുള്ളത് തിരിച്ചിങ്ങോട്ടേക്കും അങ്ങനെയൊക്കെ എഴുതി മാറിപ്പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവൻ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നോട്ട്ബുക്സ് എല്ലാം എടുത്തിട്ടുണ്ട്. ഈ 4 വരെ കോപ്പി, പിന്നെ അതുപോലെ നമ്പേഴ്സ് എഴുതി പഠിക്കുന്ന ബുക്കും അങ്ങനെയൊക്കെ കുറച്ച് ബുക്സ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. കളിക്കുടുക്ക, അങ്ങനെ കുറച്ച് കളറിങ് ബുക്സ്, അങ്ങനെ കുറച്ച് ബുക്സ് എല്ലാം വാങ്ങി. ഇത്രയൊക്കെ സാധനങ്ങളെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. എനിക്കവിടെ അത്യാവശ്യമാണെന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ വലിച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ ഈ ലഗേജ് എല്ലാം കൂടെ കൊണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുമ്പം അത്യാവശ്യം വേണ്ടത് മാത്രം മതിയെന്ന് എനിക്ക് തോന്നി. ഒന്നാമത് നാട്ടിൽ പോയിട്ട് പനിയും എല്ലാം കൂടിയായിരുന്നു. അതിൻ്റെ ക്ഷീണം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. മോനാണെങ്കിൽ ഒരു ദിവസം ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആകെ ടയേർഡ് ആയതുകൊണ്ടാണ് നാട്ടിൽ നിന്നതും അതെ, തിരിച്ചു പോകുന്നതും അതെ. അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ ആയിട്ടൊരു ബുദ്ധിമുട്ടിയ യാത്ര വേണ്ടാന്ന് വിചാരിച്ചതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.